നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ആശ്രാമം മൈതാനത്ത് പ്രധാന പന്തലിനെ കാൽനാട്ടി. ജനുവരി 4 മുതൽ 8 വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. കൊല്ലത്ത് നവകേരള ബസിന് നേരെ BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സമരക്കാർ ഏറ്റുമുട്ടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കിളികൊല്ലൂരായിരുന്നു സംഭവം. ക്ഷേത്രഭൂമി ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ബോർഡ്. പോരുവഴി ശക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഗേറ്റിലാണ് ബാനർ പതിപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് പന്തലുകളുടെ നിർമ്മാണം തുടങ്ങി. പന്തലിന്റെ കാൽനാട്ട് കർമ്മം M. മുകേഷ് MLA നിർവഹിച്ചു. കേരള സ്കൂൾ കലോത്സവ പന്തലിന് കാൽനാട്ടി. ആശ്രാമം മൈതാനത്ത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ M. മുകേഷ് MLA ആണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. 20,000 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലാണ് പ്രധാന വേദിയായ ആശ്രാമം മൈതാനത്ത് കൂറ്റൻ പന്തലുകൾ നിർമ്മിക്കുന്നത്. പന്തൽ നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തൃശൂരിൽ നിന്നുള്ള പന്തൽ നിർമ്മാണ തൊഴിലാളികളാണ് യുവജനോത്സവത്തിനായി പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മൈതാനത്തിന് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് പ്രധാന വേദി നിർമ്മിക്കുന്നത്. ഇവിടെയാണ് ഉദ്ഘാടനം നടക്കുന്നത്. യുവജനോത്സവത്തിനെത്തുന്ന കലാപ്രതിഭകൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും ആഹാരം കഴിക്കുന്നതിന് വേണ്ടി ക്രേവൻ സ്കൂളിലും പന്തലുകൾ ഇടുന്നുണ്ട്. 24 വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത്. പ്രധാനമായും 2 പന്തലുകളാണ് യുവജനോത്സവത്തിനായി നിർമ്മിക്കുന്നത്. മറ്റെല്ലാം ഓഡിറ്റോറിയങ്ങളാണ്. ആശ്രാമം മൈതാനത്തിൽ പന്തലിടുന്നതിനായി JCB ഉപയോഗിച്ച് മൺകൂനകൾ നിരത്തി കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ചുമാണ് പന്തൽ നിർമ്മാണം നടക്കുന്നത്. ജനുവരി 4 മുതൽ 8 വരെയാണ് കൊല്ലം നഗരത്തിലെ വിവിധ വേദികളിലായി യുവജനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദേശ നമ്പറിൽ നിന്നും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന് മൊബൈൽ ഫോൺ വഴി വീഡിയോ കോളുകളും അശ്ലീല ദൃശ്യങ്ങളും അയച്ച പ്രതി അറസ്റ്റിൽ. മലപ്പുറം അമരമ്പലം സ്വദേശി ഷമീറാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത്. വിദേശ നമ്പറിൽ നിന്നും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന് മൊബൈൽ ഫോൺ വഴി വീഡിയോ കോളുകളും അശ്ലീല ദൃശ്യങ്ങളും അയച്ച പ്രതിയാണ് അറസ്റ്റിലായത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരിതാ ബാബുവിന്റെ മൊബൈൽ ഫോണിലേക്കാണ് നിരന്തരമായി ഇയാൾ വീഡിയോ കോളുകളും അശ്ലീല ദൃശ്യങ്ങളും അയച്ചത്. മലപ്പുറം അമരമ്പലം സ്വദേശി ഷമീറാണ് കായംകുളം പോലീസിന്റെ പിടിയിലായത്. ഖത്തറിൽ ജോലി ചെയ്തു വന്നിരുന്ന ഇയാളെ സംഭവത്തെ തുടർന്ന് കമ്പനി അധികൃതർ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. നവകേരള ബസിന് നേരെ BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ സംഘർഷം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സമരക്കാർ ഏറ്റുമുട്ടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കിളികൊല്ലൂരായിരുന്നു സംഭവം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കിളികൊല്ലൂർ SV ടാക്സ് ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയായിരുന്നു സംഭവം. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടികളുമായി എത്തി അക്രമം ആരംഭിച്ചതോടെ യുവമോർച്ച പ്രവർത്തകർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ പോലീസും ഇടപെട്ടു. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയതിന് പിന്നാലെയാണ് ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടിയത്. പോലീസുകാർ നോക്കി നിൽക്കെയായിരുന്നു അക്രമം നടന്നത്. പോലീസുകാരെ പിടിച്ചുതള്ളിയ സംഭവത്തിൽ സമരക്കാരായ 20 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. യുവമോർച്ച നേതാക്കളായ ഷിജിൻ, ബിനോയ് മാത്യൂസ്, ഗണേഷ് എന്നിവർ അറസ്റ്റിലുമായി. അക്രമം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ നടപടിയുമുണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കുട്ടിയം.
ചവറയിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ്. ചവറ KMML മൈതാനത്താണ് നവകേരള സദസ്സ് നടന്നത്. 5049 പരാതികളാണ് ലഭിച്ചത്. ചവറയിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പാണ് ലഭിച്ചത്. ആയിരങ്ങളാണ് എത്തിയത്. 3:10 മന്ത്രിമാരായ സജി ചെറിയാൻ, GR അനിൽ, V അബ്ദുറഹ്മാൻ എന്നിവർ ആദ്യം വേദിയിലെത്തി. തുടർന്ന് സുജിത്ത് വിജയൻപിള്ള MLA അധ്യക്ഷതയിൽ യോഗം തുടങ്ങി. മൂന്നാമത് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം പാതിയായപ്പോഴേക്കും സമയം 4:20. 4:30 മുഖ്യമന്ത്രി നവകേരള ബസ്സിൽ എത്തിയപ്പോഴേക്കും വാദ്യമേളങ്ങളും ഹർഷാരവും മുദ്രാവാക്യം വിളികളുമായി സ്വീകരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ നിശബ്ദതയോടെ സദസ്സ് കാത്തുനിന്നു. അരമണിക്കൂറോളം അദ്ദേഹം പ്രസംഗിച്ചു. നമ്മുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത് അത് കേരളത്തിന്റെ വായ്പയെടുക്കൽ ശേഷിയെക്കുറിച്ചായിരുന്നു. അത് നാം പാസാക്കിയെങ്കിലും നടപ്പാക്കുന്നതിന് കേന്ദ്രം തടസ്സം നിൽക്കുകയാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. നമ്മുടെ നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തും വിധമാണ് ഇടപെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വായ്പ, ആ പണം, അത്രയും പണം കയ്യിൽ ലഭിക്കാത്ത അവസ്ഥയാണ് വരിക. വായ്പ എടുക്കുന്നത് ഖജനാവിൽ സൂക്ഷിക്കാനല്ല, വായ്പ എടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ചെലവുകൾക്കല്ല, നമ്മുടെ നാടിന്റെ ഭാവി പദ്ധതികൾക്കാണ്. 5 മണിയോടെയാണ് അദ്ദേഹവും മന്ത്രിമാരും മടങ്ങിയത്. ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി AK അർജുൻ മെറ്റൽ ഷീറ്റിൽ വരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സുജിത്ത് വിജയൻപിള്ള MLA ചിത്രം വേദിയിൽ വെച്ച് ഇരുവർക്കും സമ്മാനിച്ചു. അർജുൻ തന്നെയാണ് ചിത്രം സമ്മാനിച്ചത്. കളക്ടർ N ദേവിദാസ്, കൺവീനർ ജില്ലാ ടൗൺ പ്ലാനർ MV ശാരി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോയി റോഡ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ചവറയിൽ നടന്ന നവകേരള സദസ്സിൽ നിവേദനവുമായി ജനങ്ങൾ ഒഴുകി. 5049 പരാതികളാണ് ലഭിച്ചത്. രാവിലെ 10 മുതൽ 21 കൗണ്ടറുകളിൽ പരാതികൾ സ്വീകരിച്ചു തുടങ്ങി. അവരെ സഹായിക്കാൻ വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. ക്ഷേത്രം ഭൂമി ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ബോർഡ്. പോരുവഴി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഗേറ്റിലാണ് ബോർഡ് വെച്ചത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബാനർ പതിച്ചത്. പോരുവഴി ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഗേറ്റിലാണ് ബാനർ പതിപ്പിച്ചത്. ക്ഷേത്രം ഭൂമി ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നാണ് ബോർഡ് വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് പതിച്ചത്. സർക്കാർ പരിപാടിയായ നവകേരള സദസ് നടത്തുന്നത് ദേവസ്വം നൽകിയ അനുമതി പത്രം റദ്ദു ചെയ്താണ് കോടതി ക്ഷേത്രം ഭൂമി ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. നവകേരള സദസ് ചക്കുവള്ളി ദേവസ്വം ഭൂമിയിൽ നടത്തുന്നതിനെതിരെ ഒരു കൂട്ടം ആളുകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതോടെ നവകേരള സദസ്സിനായി ഒരുക്കിയ വേദി പൊളിച്ചു നീക്കി മറ്റൊരിടത്തേക്ക് ആക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്ഷേത്രം ഭൂമി ക്ഷേത്രാവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ബോർഡ് പതിച്ചത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വെൽഫെയർ പാർട്ടി സംവരണ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നു. 21, 22 തീയതികളിൽ കായംകുളത്താണ് വാഹന പ്രചാരണ ജാഥ നടത്തുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജാതി സെൻസസ് നടപ്പിലാക്കുക, എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഡിസംബർ 21, 22 തീയതികളിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് മേഖലയിൽ നിയമനങ്ങൾ PSCക്ക് വിടുക, അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗ മേഖലയിൽ ജനസംഖ്യാനുപാതികമായ സംവരണം ഏർപ്പെടുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ നവംബർ മാസം മുതൽ ആരംഭിച്ചിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് കായംകുളം മണ്ഡലത്തിലും വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ജാതി സെൻസസ് എടുക്കുന്നതിലൂടെ മാത്രമേ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും SC/ST ഉൾപ്പെടെയുള്ള ദളിത്, ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയുള്ളൂ. കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീറ സോടനാടാണ് വാഹന പ്രചാരണ ജാഥ നയിക്കുന്നത്. ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജനുവരി 3 സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കും. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് മുബീറ സോടനാട്, ജനറൽ സെക്രട്ടറി നവാസ് ആലയിൽ, മണ്ഡലം കമ്മിറ്റി അംഗം KA വാഹിദ്, ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് കായംകുളം മണ്ഡലം കൺവീനർ അമൻ പടിപ്പുരയ്ക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും CITU ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന സുശീല ഗോപാലൻ അനുസ്മരണം ചവറയിൽ നടത്തി. CPM ഏരിയ സെക്രട്ടറി R. രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
CPM കേന്ദ്ര കമ്മിറ്റി അംഗവും CI2 ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന സുശീല ഗോപാലൻ അനുസ്മരണം നടത്തി. CPM ഏരിയ സെക്രട്ടറി R. രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 1993 വരെ 110 കോടി രൂപ നഷ്ടത്തിലേക്ക് പോയ ഈ സ്ഥാപനം ലാഭത്തിലേക്ക് തിരിച്ചുവരവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതും ചില മോഡിഫിക്കേഷൻ നടത്തുന്നതും ഇതിന്റെ മുനയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും വലിയ ലാഭങ്ങളായി മാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയിലെ തൊഴിലാളികൾക്ക് 2 എഗ്രിമെന്റ് നടപ്പാക്കിക്കൊണ്ട് അവരുടെ ശമ്പള വേതന വർധനവിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ്. KMML ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ CI2 ജനറൽ സെക്രട്ടറി VC രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. S. ശശിവർണൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് പലങ്ങാട്ട്, MS അനീഷ്, ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. KMMLന്റെ ചരിത്രത്തിൽ കമ്പനിക്ക് പൊതുജീവൻ നൽകിയ സുശീല ഗോപാലന്റെ അനുസ്മരണം കമ്പനി പടിക്കലാണ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS ഭാഷ ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് സമ്മേളനം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS ഭാഷ ഉദ്ഘാടനം നിർവഹിച്ചു. പിണറായി വിജയൻ തുള്ളുന്നതനുസരിച്ച് മൂളുന്നതനുസരിച്ച് ഏറാൻ മൂളികളായി പ്രവർത്തിക്കുന്ന കുറെ മന്ത്രിമാർ, ആ മന്ത്രിമാർ പറയുന്നത് കേൾക്കുന്ന ഇടതുപക്ഷത്തെ കള്ളം മാത്രം ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാരാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആലിബാബായും 41 കള്ളന്മാരും എന്ന് പണ്ട് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചതുപോലെ മുഖ്യമന്ത്രിയും 20 കള്ളന്മാരും ചേരുന്ന ഒരു ഗൂഢസംഘം ഈ രാജ്യത്തെ പണമെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ കൊടുക്കുന്നില്ല, കേന്ദ്ര സർക്കാർ കൊടുക്കാത്തത് കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന ഒരു മണ്ട മുദ്രാവാക്യവുമായി അവർ ഈ രാജ്യത്തെ ജനങ്ങളെ പിഴിയുകയാണ്. അവർക്ക് മനസ്സിലായി ഇനി ഒരു ഗതിയില്ല. അതുകൊണ്ട് പരമാവധി കിട്ടുന്നത് വരുന്ന 2 വർഷക്കാലം കൂടെ കൊണ്ട് അടിച്ചു മാറ്റി ഈ കേരളത്തെ ഒരു കടക്കണിയിൽ എത്തിച്ച് ഈ കേരളത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുവാൻ നടത്തുന്ന ഒരു ഗൂഢശ്രമമാണ് ഈ നവകേരള യാത്രയുടെയും തിരുവനന്തപുരത്തൊക്കെ നടത്തിയ മാമാങ്കത്തിന്റെയും ഒക്കെ അനന്തരഫലം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം L. സലീം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് T. അജികുമാർ സ്വാഗതം പറഞ്ഞു. കൌൺസിലർമാരായ AJ ഷാജഹാൻ, പുഷ്പദാസ്, AP ഷാജഹാൻ, A. അൻസാരി, ബിജു നാസറുള്ള, PC റോയ്, വിധു രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥാടക സംഘം ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു. 71 പേരടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചത്. കരുനാഗപ്പള്ളി പണ്ടാരത്തുരുത്ത് മൂക്കുമ്പുഴ ദേവി ക്ഷേത്രത്തിൽ നിന്നുമാണ് ഭക്തരുടെ സംഘം ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത്. 71 പേരടങ്ങുന്ന സംഘമാണ് ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത്. ബിജുസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സംഘം കൊച്ചേച്ചിറ ക്ഷേത്രം, ചെറിയഴീക്കൽ ക്ഷേത്രം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, ചെട്ടികുളങ്ങര ക്ഷേത്രം, മാവേലിക്കര, ആറന്മുള, പുലിയൂർ വഴി 27-ാം തീയതിയാണ് സന്നിധാനത്ത് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലം ആശ്രാമ മൈതാനത്ത് പ്രധാന പന്തലിനെ കാൽനാട്ടി. ജനുവരി 4 മുതൽ 8 വരെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. കൊല്ലത്ത് നവകേരള ബസിന് നേരെ BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധ പ്രകടനത്തിനിടെ സംഘർഷം. DYFI പ്രവർത്തകരുമായി സമരക്കാർ ഏറ്റുമുട്ടി. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കിളികൊല്ലൂരായിരുന്നു സംഭവം. ക്ഷേത്രഭൂമി ക്ഷേത്രാചാരങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ബോർഡ്. പോരുവഴി ശക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ ഗേറ്റിലാണ് ബാനർ പതിപ്പിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.